അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ, എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കോഴിക്കോട് പുതിയങ്ങാടിയിൽ നിന്നും വന്ന ഒരു വാർത്ത നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. 4 ചുമട്ട് തൊഴിലാളികളുടെ മരണം. 4 കുടുംബത്തിൻ്റെ അത്താണിയാണ് മരണപ്പെട്ടത്. 4 കുടുംബമാണ് വയ്യാതാരായി പോയത്. 4 കുടുംബത്തിൻ്റെയും ആശ്രയമായിരുന്നു ഇവർ. നോമ്പ് നോറ്റ് വൈകിട്ട് കുടുംബത്തോടൊപ്പം നോമ്പ് തുറക്കാൻ കാത്തു നിൽക്കുന്ന 3 പ്രിയപ്പെട്ടവർ ഇനി ഓർമ്മകളിൽ മാത്രം. ഇവർ ചുമടെടുത്ത് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന 4 കുടുംബം. പടച്ചറപ്പ് ആ കുടുംബത്തെ സംരക്ഷിക്കുമാറാകട്ടെ. റമദാൻ മാസം അടുക്കുമ്പോൾ ഈ ചുമട്ട് തൊഴിലാളികൾക്ക് ഒരു ഒരുക്കമുണ്ട്. നല്ല അധ്വാനമുള്ള ചോര നീരാവുന്ന ജോലിയായതുകൊണ്ട് തന്നെ നോമ്പ് കാലങ്ങളിൽ ഇവർ അതിരാവിലെ ജോലിക്ക് കയറും. അങ്ങനെ ഉച്ച ഒരു 12 മണിയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാം തീർത്ത് പിന്നെ ഉള്ള സമയം പള്ളിയും പ്രാർത്ഥനകളുമായി അങ്ങനെ കഴിയും. മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ വീട്ടിലെത്തി കുടുംബത്തോടൊപ്പം നോമ്പ് തുറക്കും. അതാണ് ഇവരുടെ പതിവ് പോലെ ഇന്നും നോമ്പും നോറ്റ് പെട്ടെന്ന് ജോലിയും തീർത്ത് വിശ്രമിക്കുകയായിരുന്നു. 7 പേരുണ്ടായിരുന്നു. ഇവർ 7 പേരും വിശ്രമിക്കുന്നതിനിടെ ഇവർ വിശ്രമിക്കാനിരുന്ന കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ സ്ലാബ് പൊളിഞ്ഞു വീഴുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. കെട്ടിടത്തിലെ സൺഷെയ്ഡും പടുകൂറ്റം ബീമും ഇവരുടെ മേലിൽ വീഴുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് നഗരത്തിലെ തിരക്കേറിയ വലിയങ്ങാടി കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഗോഡൌണാണ് തകർന്നു വീണത്. അതിൽ 4 തൊഴിലാളികളാണ് മരണപ്പെട്ടത്. ഒരുപാട് പാടുപെട്ടാണ് 4 പേരെയും കോൺക്രീറ്റ് പാളിയിൽ നിന്നും വലിച്ചെടുത്തത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 4 പേരും മരണപ്പെട്ടു. സ്ലാബിനടിയിൽ കുടുങ്ങിയ 3 പേരെ ഏറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. ആ 3 പേരും ആദ്യം മരണപ്പെട്ടിരിക്കുന്നത് ബഷീറും അഷ്റഫും പിന്നെ ജബ്ബാറും. അവസാനം മരണപ്പെട്ടത് വിനോദും. അങ്ങനെ 4 പേരും ഇന്ന് ഓർമ്മകളിൽ മാത്രം. 4 പേരും ഓരോ കുടുംബത്തിൻ്റെ അത്താണി. അവർ കൊണ്ടുവരുന്നതും കാത്തു നിൽക്കുന്ന കുടുംബം. അവരാണിന്ന് പട്ടിണിയായത്. പടച്ചറബ് അവർക്ക് ഈ ഒരു മാസം വെച്ചതായിരിക്കും മരണത്തിന് വേണ്ടി. അല്ലാതെ നമ്മൾ എന്താണ് പറയുക? എന്തെന്നായാലും നല്ലൊരു മാസമാണ് അവർ മരണപ്പെട്ടത്. റമദാനിൽ ജോലി ചെയ്യുമ്പോൾ ഏറെ സന്തോഷത്തോടെ ഉന്മേഷത്തോടെ ജോലി ചെയ്യുന്ന 3 പേര്, അതും കഠിനാധ്വാനമുള്ള ജോലി. നോമ്പിൻ്റെ രസമെന്താണെന്നറിയണമെങ്കിൽ അധ്വാനിക്കണം. അധ്വാനിക്കുന്നവർക്കേ നോമ്പിൻ്റെ വില ശരിക്കും മനസ്സിലാവുകയുള്ളൂ. 50 വർഷം പഴക്കമുണ്ടത്രേ ഈ കെട്ടിടത്തിന്. ആ കെട്ടിടം മാറാൻ ഇവരൊരു നിമിത്തമായി. അപകടം നടന്ന ഈ ഒരു കെട്ടിടം പൊളിക്കണമെന്ന് കോർപ്പറേഷൻ അധികൃതർ പലതവണ പറഞ്ഞിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട്. ഏറെ സങ്കടപ്പെടുത്തിയ ഒരു മരണമായിരുന്നു ഇത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഒരുപാട് സങ്കടമാകുന്നത്. 4 കുടുംബത്തിൻ്റെ ജീവനാണ് പൊലിഞ്ഞു പോയത്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ നല്ലൊരു മാസം മരണപ്പെട്ട 4 സഹോദരന്മാർക്കും നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഷഹീദിൻ്റെ പ്രതിഫലം നീ നൽകണേ റബ്ബേ. പുണ്യ റമദാനിൻ്റെ പ്രതിഫലം നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. 4 കുടുംബത്തിൻ്റെ ജീവിതമാണ് റബ്ബേ ഇന്ന് വയ്യാതാരായി പോയത്. നിനക്കറിയാലോ റബ്ബേ. നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബേ. നിൻ്റെ ഒരു നോട്ടം അവരിൽ ഉണ്ടാകണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ കുടുംബത്തെ നീ വയ്യാതാരാക്കല്ലേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. നല്ലൊരു മാസമാണ്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.